ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ ഇന്ന് വന്നോണ്ടല്ലോ, നമുക്ക് കുറച്ച് അധികം ദിവസങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നതും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലും ഒക്കെ ആയിട്ട് കുറേ പേര് മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാ ക്വസ്റ്റ്യൻസും ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുകൂടാതെ തന്നെ എല്ലാവരോടും ഞാനൊരു ക്ഷമ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ദിവസങ്ങളായി കമൻറ്റ് ബോക്സിൽ വന്നിട്ട്, പക്ഷേ എൻ്റെ ഡ്യൂട്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലിലാണ്. നമുക്കപ്പോൾ പെട്ടെന്ന് ഓരോ ചോദ്യങ്ങളും ഓരോ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്ത് പോകാൻ, കാര്യം എപ്പോഴാണ് പേഷ്യൻ്റ് വരുന്നതെന്ന് അറിയില്ല. സോ അപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്, ഞാൻ കുറേ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ എല്ലാം കൂടെ എഴുതി ഞാൻ എൻ്റെ ഒരു ഡയറിയിലോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴത്തോട്ട് നോക്കുക ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കുറച്ച് അധികം ആൾക്കാർ ചോദിച്ചിരുന്നത്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലായിട്ടും ചോദിച്ചിരുന്ന ഒരു ഡൗട്ടായിരുന്നു, കുഞ്ഞു വാവകളെ കൊണ്ട് വരുമ്പം സ്റ്റേ ചെയ്യാൻ എങ്ങനെയാണ്, അതുപോലെ എക്സ്പെൻസീവ് ആണോ മാലയിൽ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കുഞ്ഞു വാവകളെ കൊണ്ട് വരുമ്പോൾ മാല സിറ്റിയിലാണ് എങ്കിൽ മാലസിൽ IGMH ADK അങ്ങനത്തെ ഹോസ്പിറ്റലുകളിലാണ് നമുക്ക് ജോലിയെങ്കിൽ, മാല സിറ്റി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇങ്ങനെ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് പാർക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഏരിയ ആണ് മാല സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പൊല്യൂഷൻസ് ഭയങ്കരമാണ്. കുഞ്ഞു വാവകളെ കൊണ്ട്, അതായത് ഒരു ജനിച്ച് കഴിഞ്ഞിട്ട് 2-3 മാസം അല്ലെങ്കിൽ 2 മാസം അങ്ങനെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പം ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുക. കുഞ്ഞുവാവകൾക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതെ മാക്സിമം നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ പറയാൻ കാര്യം, ഞാൻ 2 മാസം, എൻ്റെ കുഞ്ഞിന് 2 മാസം ഉള്ളപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഒരുപാട് ഇറങ്ങും അങ്ങനെ ചെയ്തില്ല. കാര്യം ഭയങ്കര സ്മോക്കിങ്ങിൻ്റെ സ്മെല്ലാണ് അവിടെ നിറച്ച്. അതിൻ്റെ ആ ഒരു പുകയും തീവണ്ടിയുടെ കരിപ്പൊക്കെ പോണ പോലത്തെ പുകയും നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര കുത്തി അങ്ങ് കയറുന്ന കൂട്ടുള്ളൊരു സ്മെല്ലാണ് ഇവിടുത്തെ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പം അതിങ്ങനെ ആ ഏരിയ ഫുള്ളിങ്ങനെ പരന്നിങ്ങനെ നടക്കും, സിഗരറ്റ് വലിച്ച് ഒരാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കേട്ടോ. അപ്പം അതുപോലെ ഭയങ്കര ക്രൗഡഡായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബിൽഡിങ്ങുകളാണെങ്കിലും ഇങ്ങനെ തിങ്ങി 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 നിൽക്കുന്നതാണ്. അതിനിടയ്ക്കൂടെ ആകെ ഉള്ള വഴി എന്ന് പറയുന്നത് ആ വണ്ടികൾ പോകാനുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ക്രൗഡഡ് ആയത് കൊണ്ട് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം കുഞ്ഞുവാവയങ്ങൾ കൊണ്ട് വരുമ്പോൾ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണോ എന്നാണ്. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ INR ആയിട്ട് കമ്പയർ ചെയ്യുമ്പം, അതേതൊരു കൺട്രി ചെന്നാലും അങ്ങനെയാണല്ലോ, INR ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോധം പോകുന്ന ഒരു ഘട്ടത്തിലാണല്ലോ. പക്ഷെ അല്ലാത്ത വശം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അക്കോർഡിംഗ് ടു നമ്മുടെ സാലറിയാണ്. കാര്യം മാലയിൽ സിറ്റിയിൽ വരുമ്പോൾ ഉള്ള എക്സ്പെൻസും അല്ലാതെ ഐലൻഡിലുള്ള എക്സ്പെൻസും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് കാണണം കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ചിലവ് കുരുക്കുക, അതല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കില്ല. അപ്പം അങ്ങനെയാണ് എക്സ്പെൻസീവിനെ പറ്റി. പിന്നെ കുറച്ച് സാധനങ്ങളുടെയൊക്കെ എക്സ്പെൻസൊക്കെ വരുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കിവിടെ പിൻ നമ്പർ ഉണ്ടോ എന്നുള്ളതായിരുന്നു. നമുക്ക് ആക്ച്വലി ഇവിടെ പിൻ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നേഴ്സായിട്ട് വരികയാണെങ്കിൽ ആകെ നമുക്ക് വേണ്ടത് രജിസ്ട്രേഷനാണ്. അതിന് നമുക്ക് ഇവിടുത്തെ മാൽദീവ്സ് കോമ്പിറ്റൻസി എക്സാം പാസ്സാവണം. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവർ കാണണം കേട്ടോ. അതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് പിൻ നമ്പറും കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ഉള്ള ഡൗട്ട്, ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ ഫ്രീ ആണോ, അതുപോലെ എന്താ പറയുക, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണോ എന്നൊക്കെയായിരുന്നു നെക്സ്റ്റ് ഡൗട്ട്. അപ്പം അതിൻ്റെ അകത്ത് പറയാനുള്ളത്, ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ ഇവിടെ ഫ്രീ ആണ്, അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്.
ഇവിടുത്തെ മാലദ്വീപൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ദിവഹിയാണ്. അതും അവർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ. ഐലൻഡുകളിൽ 10th വരെ ഉള്ളൂ. ബാക്കി എഡ്യൂക്കേഷൻ മാല സിറ്റിയിലാണ്. ഇതെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവർക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഫാമിലിയായിട്ട് വരുന്നവരുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ പഠിക്കാം. അവർക്കും എഡ്യൂക്കേഷൻ ഫ്രീ ആണ് കേട്ടോ. നെക്സ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇവിടെ കെയർ ഗീവർ ജോബ് ഉണ്ടോ, അതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഇതുവരേക്കും ഇവിടെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. കെയർ ടേക്കർ ജോബിനെ പറ്റിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വീഡിയോ ആയിട്ടിടാൻ. കാര്യം ഞാൻ ചോദിച്ചവർക്കൊന്നും അറിയില്ല. ഞാനും പൊതുവെ അങ്ങനെ കേട്ടിട്ടില്ല. അന്വേഷിച്ചപ്പോൾ അവർക്കും വലിയ പിടുത്തമില്ല അതിനെപ്പറ്റി. സോ അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഉള്ളത് ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്ന ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. വിസിറ്റിങ്ങിന്, അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്ന ഹസ്ബൻഡിന് ജോലി കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഒരുറപ്പും പറയാൻ പറ്റില്ല. കാര്യം ഐലൻഡിലാണ് ജോലി വരുന്ന സ്റ്റാഫിന്, നേഴ്സായിട്ട് വരുന്നവർക്ക് ഐലൻഡിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഹസ്ബൻഡിന് ജോലി കിട്ടുമോ എങ്ങനെയാണെന്നുള്ളത്. കാര്യം അക്കോർഡിംഗ് ടു ഐലൻഡാണ്. ഒരുപാട് അങ്ങനെ റിസോർട്ടുകളൊക്കെ ഉള്ളിടത്ത് മേ ബി കിട്ടാൻ ചാൻസ് ഉണ്ട്, എന്തെങ്കിലും ചെറിയ ജോലി. അതുപോലെ കുറച്ചധികം ഷോപ്പുകളൊക്കെ ഉള്ള ഐലൻഡുകളാണെങ്കിൽ. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് ഇവിടെ ജോലിക്ക് വിളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുഞ്ഞുമാവേ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലക്കുള്ള അനുസരിച്ച് കിട്ടും കേട്ടോ. അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല കിട്ടുമോ എന്നാന്നുള്ളത്. പിന്നെ അതുപോലെ ഇപ്പം മാല സിറ്റിയിലാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അന്വേഷിച്ച് എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കത്തില്ല. എന്തെങ്കിലും ഷോപ്പിൽ നിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും. അതുപോലെ തന്നെ നമ്മുടെ സെയിം പ്രൊഫഷൻ തന്നെ ജോലി ഇവിടെ കിട്ടണമെന്ന് ആരും വാശി പിടിക്കരുത്. ജോലി ചെയ്യാൻ മനസ്സുള്ളവരാണെങ്കിൽ ഏത് ജോലിയും സ്വീകരിക്കാം, പണിയെടുക്കാം, കാശ് സമ്പാദിക്കാം. സോ അതുകൊണ്ട് സെയിം പ്രൊഫഷൻ തന്നെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് കുറേ ഒരാൾ ചോദിച്ചിരുന്നായിരുന്നു ഏജൻസി ഏതാ നല്ലത്. കുറേ ഏജൻസികൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഏത് ഏജൻസീനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പോലെ എനിക്ക് തോന്നി. കാര്യം ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വന്ന ഏജൻസി എനിക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളതല്ല. എൻ്റെ ആൻറ്റി വഴി കോണ്ടാക്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ്. അത് ജെനുവിനാണോ എന്ന് കൺഫേം ചെയ്യാനുള്ള കാര്യം ആൻറ്റിയുടെ ഫ്രണ്ട്സ് ആ ഏജൻസി ത്രൂ ഇവിടെ വന്നതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ഏജൻസി തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾ ഏജൻസിയെ സെലക്ട് ചെയ്യുമ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ സർവീസ് ചാർജും നോക്കുക. ഞാനങ്ങനെ പറയാൻ കാര്യം എനിക്ക് ഏകദേശം 3 രൂപ താഴെ ആയോളൂ ഇങ്ങോട്ട് വരാൻ. എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർ 4.5, 5 ഒക്കെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ട് വന്നവരുണ്ട്. അപ്പം അങ്ങനെ എക്സ്പെൻസീവായിട്ടുള്ളത് മാക്സിമം ഒഴിവാക്കിയിട്ട് കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള ഏജൻസിയെ തിരഞ്ഞെടുക്കുക. കാരണം നമുക്ക് ഈ ഒരു 4.5 അല്ലെങ്കിൽ 5 ലക്ഷം രൂപയോളം മുടക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും രൂപ നമുക്ക് ഇവിടെ നിന്ന് കിട്ടത്തില്ല. മനസ്സിലായോ? അത്രയും രൂപയ്ക്കുള്ള സാലറി നമുക്ക് ഓൾറെഡി ഇല്ല. അപ്പം അതനുസരിച്ച് ഏജൻസിയെ തിരഞ്ഞെടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ജെനുവിനാണോ എന്ന് നോക്കുക, റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതാണോ എന്ന് നോക്കുക, അങ്ങനെ കേട്ടോ. നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് 1 ഇയർ ഗ്യാപ്പ് ഉള്ളത് പ്രശ്നമാണോ, സ്റ്റിൽ വർക്കിംഗ് വേണോ, അങ്ങനെയായിരുന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഗ്യാപ്പ് ഒരു പ്രശ്നമാണ്. ഗ്യാപ്പ് പ്രശ്നമാണെന്ന് ഞാൻ പറയാൻ കാര്യം നമുക്കിവിടെ നമുക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് തരുമല്ലോ. നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് തരും. അതിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് 6 മന്തായിട്ട് വർക്ക് ചെയ്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ 1 ഇയർ ഗ്യാപ്പ് ഉള്ളതാണെങ്കിൽ അത്
ചിലപ്പം റിജക്റ്റ് ചെയ്യാം, ചിലപ്പോൾ അംഗീകരിക്കാം. അത് അവരവർ സെലക്ട് ചെയ്യുന്ന ഏജൻസി ആയിട്ട് കൺഫേം ചെയ്യുക. 1 ഇയർ ഇങ്ങനെ ഗ്യാപ്പ് പ്രോബ്ലം ഉണ്ടോ, ഇന്നതുപോലെയാണ്. ചിലപ്പോൾ അവർ മിനിസ്ട്രി അത് റിജക്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. എങ്ങനെയാണെന്നത് കൺഫേം എനിക്കറിയില്ല. അതുകൊണ്ട് അത് ഏജൻസി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ കേട്ടോ. പിന്നെ ഉള്ളത് അക്കോമഡേഷൻ നമുക്ക് മിനിസ്ട്രി തരുമോ, അതെങ്ങനെയാണ് എന്നൊക്കെയായിരുന്നു ഡൗട്ട്സുകൾ. അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. കാണുന്നതിനോടൊപ്പം എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ അതിലെല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാം കേട്ടോ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കോമഡേഷൻ മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്താ പറയുക, നമുക്കങ്ങനെ ഭയങ്കര 2 നില 1 നില അങ്ങനെ വീടുകളൊന്നുമല്ല. ചെറിയൊരു റൂമാണ്, ഒരു റൂം, ഒരു കിച്ചൺ, ഒരു ബാത്റൂം, അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മോർ ഫെസിലിറ്റി വേണമെന്ന് അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞാൽ പ്രയോജനമില്ല. സോ അതുകൊണ്ട് കാര്യം ഐലൻഡുകളിലൊക്കെ ആകുമ്പം അറിയാലോ, ഒരു ദ്വീപിനുള്ളിൽ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉള്ളൂ. അവർക്കത് പണിയുന്നതിനും എല്ലാത്തിനും കുറേ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ ഐലൻഡുകളിലൊക്കെ ഉള്ളത് ഇങ്ങനെ പൊട്ടിപ്പൊളിയാറായ വീടുകൾ, അതുപോലെ മല സിറ്റിയിലും ഉണ്ട് അങ്ങനെ തന്നെ പൊളിയാറായ ഭിത്തികൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴത്തൊന്നുമില്ല. പക്ഷെ അങ്ങനെ വിണ്ട് കീറിയൊക്കെ ഇരിക്കണൊക്കെയാണ്. അത് ഓൾറെഡി അറിയാമല്ലോ, ഒരു വെള്ളത്തിൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിലെ കായൽ തീരത്തൊക്കെ വീടുള്ളവരുടെയൊക്കെ സ്ഥിതി എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതിന് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതുപോലെയൊക്കെ ഒരു കണ്ടീഷനാണ്. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് ആരും ഇങ്ങോട്ട് വരരുത്. ഞാനങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് വന്നൊരു വ്യക്തിയായിരുന്നു. മാൽദീവ്സ് എന്ന് പറയുമ്പം നമ്മളിപ്പം ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഓല കൊണ്ട് മേഞ്ഞ വീടുകൾ, അതുപോലെ തടി കൊണ്ടുള്ള സെറ്റപ്പുകൾ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അത് റിസോർട്ട് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. റിസോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ റിസോർട്ടുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് അങ്ങ് എക്സ്പെക്റ്റ് ചെയ്ത് പോരണ്ട. സാധാരണ നോർമലി നമ്മുടെ വീടൊക്കെ എങ്ങനെയാണോ, നമ്മുടെ നാട്ടിലൊരു കുഞ്ഞ് പഴയ കാലത്തെ കെട്ടിടങ്ങളൊക്കെ എങ്ങനെയാണോ ആ ഒരു സെറ്റപ്പാണ് മാൽദീവ്സിലൊക്കെ ഉള്ളത്. അത്രത്തോളമൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വരാവുള്ളൂ. അപ്പം പിന്നെ എൻ്റെ അടുത്ത് ഇതിനകത്ത് ചോദിച്ചിരുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഡിപ്പെൻഡൻറ്റ് വിസയുടെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത്. അത് ഇച്ചിരി ലോങ് ആയിട്ട് പറയേണ്ടതാണ്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചധികം ഡൗട്ട്സുകളും ക്ലാരിഫിക്കേഷനുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.